ബോയ്സ് ആൻഡ് ഗേൾസ്. പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുവീട്ടിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പൂനെ മെട്രോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പൂനെ റെയിൽവേ സ്റ്റേഷൻ മെട്രോ ആണ്. പൂനെ റെയിൽവേ സ്റ്റേഷൻ മണിക് ചന്ദാണ് എൻ്റെ സ്പോൺസർ. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഞാൻ വാട്സാപ്പ് വെബ് വഴി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സ്റ്റേഷൻ എൻട്രൻസ്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് ഉപയോഗിച്ച് അങ്ങ് പോകാം. തിരിച്ച് വരുമ്പോൾ നമുക്ക് മറ്റേ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു വാട്സാപ്പ് ബുക്കിംഗ് വഴിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങണം. അപ്പോൾ വനാജിൽ പോകുന്ന ട്രെയിൻ പിടിക്കണം. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 2 ഓൾറെഡി ഒരു ട്രെയിൻ കയറി വന്നു. ഇത് നമുക്ക് മിസ് ആവും. സാധനം നമുക്ക് അടുത്ത വണ്ടി നമ്മൾ ജസ്റ്റ് കയറി വന്നാൽ ട്രെയിൻ നമ്മൾ ജസ്റ്റ് കയറി വന്നുകൊണ്ട് ഡോർ അടഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിക്ക് പോകാം. നമുക്കിനി പോകാനുള്ള വണ്ടി 4 മിനിറ്റ്. വനാജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടി പിടിക്കുന്നത്. 2 പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. അത്രേ ഉള്ളൂ. ചെറിയ ട്രെയിനാണ്. 3 കോച്ചിലെ ടിറ്റാഗർ വാഗൻസ് മാനുഫാക്ചർ ചെയ്ത കോച്ച് ട്രെയിനുകളാണ്. നമുക്ക് ത്രൂ ട്രെയിനല്ല. നമ്മളിവിടെ കയറി ഡിസ്ട്രിക്ട് കോർട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ മറ്റേ പിങ്ക് ലൈനിലേക്ക് നമ്മൾ മാറണം. ഈ വരുന്നത് റാംവാഡിയിലേക്ക് പോകുന്ന ബ്ലൂ ലൈൻ മെട്രോ ആണ്. ഇത് കണ്ടോ, അത് ടിറ്റാഗർ വാഗൻസ് പണിത കോച്ചാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇത് ആക്ച്വലി ഏതൊരു ഫ്രഞ്ച് കമ്പനിയുമായിട്ട് ചേർന്ന് ഒരു ഡിസൈൻ ചെയ്താണ്. കമ്പനിയുടെ പേരെ മറന്നുപോയി. നല്ല ഭംഗിയുള്ള കോച്ചസാണ്. ഉൾവശം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് നോക്കാം. ഒരു ന്യൂയോർക്ക് മെട്രോ സ്റ്റൈല്. വനാജിലേക്ക് പോകുന്ന അടുത്ത ട്രെയിൻ കയറി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ട്രെയിനുകൾ കാണാനല്ലേ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രൗഡഡാണ്. ഞാൻ ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സീറ്റൊന്നും നോക്കുമ്പോൾ ഇതില്ല, യോഗമില്ല. നല്ല ക്രൗഡഡാണ്. കാണാണ് പൂനെ സ്റ്റേഷൻ. ഞാൻ ഡോർ അടയുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ലൈറ്റൊക്കെ വരും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രഞ്ച് നമ്മളല്ല, അതൊരു ഫ്രഞ്ച് ഡിസൈനാണ്. ഫയർമ എന്നാണ് കമ്പനിയുടെ പേര്. ഫ്രഞ്ചാണ്, ഇറ്റാലിയൻ ആണ് ഇപ്പോൾ വന്നത്. അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ്. നമ്മളിപ്പോഴും പൂനെ സ്റ്റേഷൻ അടുത്ത കൂടെ തന്നെ പോകേണ്ടിരുന്നത്. അപ്പോഴത്തെ സ്റ്റേഷൻ കാണാം. നമ്മളിപ്പോൾ റെയിൽവേ ലൈനുകളുടെ മുകളിൽ കൂടെ കടക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനകത്ത് ഒരു കൊച്ചു കിടന്ന് ബഹളോ അലറലോ ആണ്. ആളുടെ കോഴ്സിനെ പറ്റി പറഞ്ഞിട്ട്, ഡിഗ്രി കോഴ്സിനെ പറ്റി. ഈ പാലം ഞാൻ പല പ്രാവശ്യം നമ്മുടെ ട്രെയിനിൽ നിന്ന് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തുന്ന സ്റ്റേഷനാണ് ഡിസ്ട്രിക്ട് കോർട്ട്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പിങ്ക് ലൈനിലേക്ക് മാറണം. അത് അണ്ടർഗ്രൗണ്ടാണ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി ഇതുവരെ മാറുന്നുണ്ട് കേട്ടോ. മറ്റേ ട്രെയിൻ നല്ല ക്രൗഡായിരിക്കും. ഡിസ്ട്രിക്ട് കോർട്ട് അഥവാ ജില്ലാ ന്യായാലയ സ്റ്റേഷൻ. ലൈറ്റ് കത്തുണ്ടോ ഉറക്കാൻ നോക്കിയോ.
നല്ല രസമാണ്, നല്ല ഫാൻസിയാണ് ഇവിടുത്തെ മെട്രോ. കണക്ഷൻ ഇവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 3, പ്ലാറ്റ്ഫോം നമ്പർ 4. എനിക്ക് പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് പോകുന്നത്. രണ്ടും ഇത് തന്നെ കേട്ടോ. പേപ്പർ ഒട്ടിച്ച് വെച്ചപ്പോൾ ആകുമെന്ന കൺഫ്യൂഷൻ. വാ, നമുക്ക് ഇവിടുന്ന് കയറി നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മെട്രോ. അലുമിനിയം കോച്ചസാണ് ഇവരെ. ഇതിനകത്തൊരു ചെറിയ മേളയൊക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. വാ, നമുക്കെന്നാൽ താഴോട്ടുള്ള ലൈനിലോട്ട് കയറാം. പിങ്ക് ലൈൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ മൊത്തം പിങ്ക് കളറാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ എങ്ങനെ പോകണ്ടാവും? ഇതിപ്പോൾ പുറത്തോട്ടുള്ള വഴിയാണ്. കണ്ടുപിടിക്കാൻ നമുക്ക്. ആവശ്യത്തിന് സൈനേജ് ഉണ്ട് കേട്ടോ, ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. ആവശ്യത്തിന് സൈനേജ് ഉണ്ട്, എല്ലാ സ്ഥലത്തും എഴുതിയും വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 3, 4. നമുക്ക് പ്ലാറ്റ്ഫോം 3ലേക്കാണ് പോകേണ്ടത്. ഓ, നീല ലൈനിന് അക്വാ ലൈൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ മാപ്പിലൊന്ന് കാര്യങ്ങൾ നോക്കി പഠിക്കാം. ഇതാണ് ഇവിടുത്തെ മാപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിസ്ട്രിക്ട് കോർട്ട് സ്റ്റേഷനിലാണ്. നമ്മൾ പുനെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് അതിനിടയ്ക്ക് മണ്ടൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വേണം എനിക്ക് പോകേണ്ടത്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. തീരുന്നില്ല കേട്ടോ. ഒരു എസ്കലേറ്റർ കഴിയുമ്പോൾ അടുത്ത എസ്കലേറ്റർ. ഇതിനൊരു അവസാനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോരെണ്ണോ എന്നറിയോ? നമുക്ക് വേണ്ട സ്ക്വയർ ഗേറ്റ് ട്രെയിൻ 6 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോം ലൈൻ്റെ അടുത്തെത്തി. ഇവിടെ ഇതുണ്ട്, എന്താ പറയുക, നമ്മുടെ പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർസ് ഉണ്ട്. ഇങ്ങനെ പോകണം നമ്മൾ ട്രെയിൻ പിടിക്കാൻ. ഇവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട് ഓൾറെഡി. ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ടല്ലോ. അത് കാണാൻ പറ്റി. ഇതിനകത്ത് തന്നെ കയറിപ്പോൾ 6 മിനിറ്റ്സ് ആണ് ഇവിടെ അന്ന് പതുക്കെ വന്നാൽ. പക്ഷേ ട്രെയിനിനകത്ത് ഓൾറെഡി നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഭംഗിയുണ്ട്. നല്ല ഡിജിറ്റൽ ഡിസ്പ്ലേസ് ആണ്. നമുക്ക് മണ്ടൈ സ്റ്റേഷനിൽ പോകണം. ഡോർ അടയുന്ന അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. PSG നല്ല ഐഡിയ ആണ്. പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർസ് ഉണ്ട്. അപ്പോൾ ആരും ട്രാക്കിലേക്ക് വീണ് പോകുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡോർ അടയുകയും തോന്നുന്നു. മെയിൻ ഡോർ അടയുന്നതിന് കൂടെ തന്നെ PSG ഡോർ അടയും. സംഭവം കൊള്ളാം. സംഭവം സെറ്റപ്പാണ്. ഇതിന് ഇൻറ്റീരിയേഴ്സ് കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഇൻറ്റീരിയേഴ്സ് നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സാണ്. നല്ല ഡിസൈനും ഒക്കെ ചെയ്തിട്ടുണ്ട്. AC നല്ല കൂളിംഗ് ഉണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഒന്നുമില്ല. മൊബൈൽ നെറ്റ്വർക്കൊക്കെ കാലിയാണ്. എല്ലാ നെറ്റ്വർക്കും കാലിയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനോട് ജസ്റ്റ് ട്രെയിൻ എത്തുകയാണ്. മണ്ടൈ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. മണ്ടയിലേക്ക് എത്താറായി ദോശ നല്ല തിരക്ക് ഇവിടെ ഇറങ്ങാനുണ്ട്. വണ്ടി നിന്നു. ഡോർ തുറന്നത്. ഡോറൊക്കെ തുറന്നു. സംഭവം സെറ്റപ്പാണ്. ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പുനെ മെട്രോ. നമുക്ക് എന്തെങ്കിലും പതുക്കെ സ്റ്റേഷന് പുറത്തിറങ്ങാം. സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. നല്ലൊരു പണി കിട്ടി. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നെറ്റ്വർക്ക് ഇല്ലായിരുന്നല്ലോ. നമുക്ക് ടിക്കറ്റ് ഞാൻ ഓൺലൈൻ എടുത്ത ടിക്കറ്റ് പേജ് ഓപ്പൺ ചെയ്യേണ്ടായിരുന്നു. പാടുപെട്ടു. പക്ഷെ അവരിവിടെ ഒക്കെ വൈഫൈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂനെ മെട്രോ യാത്ര നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഭയങ്കര ശബ്ദം. ബാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് പറയാം കേട്ടോ. നമുക്കൊന്ന് കുറച്ചുകൂടെ നടക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുനെ സ്റ്റേഷനിൽ നിന്ന് മണ്ടൈ വരെ മെട്രോന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പുനെ മെട്രോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റില്ല. നിന്ന് യാത്ര ചെയ്താൽ. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. വളരെ പെട്ടെന്ന് എത്തി. പക്ഷേ ആ ഡിസ്ട്രിക്ട് കോർട്ടിലെ ട്രാൻസ്ഫർ ഇത്ര എളുപ്പമല്ല. കുറേ കയറി നിങ്ങൾക്ക് വേണം.
ഇവിടുത്തെ മെട്രോന് മറ്റേ മുകളിലത്തെ ഓവർഹെഡ് ട്രാക്ഷൻ കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്നാണ്. എക്സിറ്റൊക്കെ ഞാൻ നേരത്തെ എടുത്തായിരുന്നു. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി എടുത്താണ്, പുറത്തിറങ്ങിയിട്ട് പറയാം. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ മറ്റേ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു വരാൻ പേപ്പർ ടിക്കറ്റ് എടുത്തത്. അങ്ങോട്ട് 10 രൂപ 50 വെച്ചാൽ തിരിച്ചു വരുമ്പോൾ 11 രൂപ മേടിച്ച് വരും. എക്സിറ്റ് ഗേറ്റിൽ നല്ല തിരക്ക്. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെടണമെന്നായിരിക്കുന്നു. ബാക്കി വിശേഷങ്ങളും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും എല്ലാമായിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you very soon in the next video. Until then, bye-bye.